മണ്ഡലം. എങ്ങനെ പൊതുവെ മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ സാധ്യത? രാഷ്ട്രീയ സാധ്യത തീർച്ചയായിട്ടും കർഷകർ നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളാണ്. കർഷകൻ നൂറുമേനി അല്ല മഴയത്തും വെയിലത്തും നൂറുമേനി വിളയിക്കുവാൻ മണ്ണിൽ കഷ്ടപ്പെടുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ഇരുന്ന കാലഘട്ടത്തിൽ കർഷകർക്ക് ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്ത കോൺഗ്രസ് തീർച്ചയായിട്ടും നമ്മുടെ 47കൾക്ക് ശേഷം ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ ക്ഷാമം അതിന് ഒരു പോംവഴി കണ്ടെത്തിയത് നെഹ്റു സംവിധാനത്തിലൂടെയാണ് കടന്നുപോയത്. തീർച്ചയായിട്ടും ആ പാരമ്പര്യം തുടരുക തന്നെ വേണം. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം, കർഷകരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ ഈ LDF ഗവൺമെന്റുകൾക്ക് ഒരു സംവിധാനവും അവർക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ലെന്ന്. കാര്യം അവർ വിളയിച്ച നെല്ലിന് അവർ സ്വന്തമായിട്ട് അവരുടെ ഭാര്യയുടെ സ്വർണം പണയം വെച്ച് കൃഷി ഇറക്കി അത് കൊയ്ത് അത് മാർക്കറ്റിലെടുത്ത് സപ്ലൈകോ എടുത്ത് തീർച്ചയായിട്ടും അതിനൊരു വരുമാനം കണ്ടെത്തേണ്ട ആ പൈസയ്ക്ക് ക്യൂ നിൽക്കേണ്ട അല്ലെങ്കിൽ അവസ്ഥയാണ്. എന്തായാലും വോട്ടിൽ പ്രതിഫലിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊപ്പം 2-3 പേര് കൂടി ഉണ്ട്. നമസ്കാരം ചേട്ടാ, എന്താ ഇവിടുത്തെ മണ്ഡലത്തിലെ രാഷ്ട്രീയ സ്വഭാവം? ഞാനിവിടെ ഒരു 325 ഏക്കർ നെൽകൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. ഞങ്ങൾ കുട്ടനാട്ടിൽ നിന്ന് ഒരു കർഷകനെ കൊണ്ടുവന്നാണ് 2018 മുതൽ ഇവിടെ നെൽകൃഷി ചെയ്യിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ 1910 ആദ്യമായിട്ട് കൃഷി ചെയ്ത് 1937 ഏതാണ്ട് 80 വർഷത്തിന് ശേഷം, അതായത് കാർഷിക മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഗുണപരമല്ലാതെ അതായത് ലാഭമല്ലാത്ത ഒരവസ്ഥ വന്നതിന് ശേഷം കൃഷി നിർത്തിപ്പോകുന്ന ഒരവസ്ഥയായിരുന്നു മുൻകാലത്ത്. എന്നാൽ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരികയും 2016 വന്ന ഗവൺമെന്റ് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന മേലെ കർഷകരുടെ കൂട്ടായ്മയോടുകൂടി ഞങ്ങൾ ഇവിടെ വന്ന് സാറിന് നോക്കാവുന്ന വിളവെടുക്കുന്ന ഈ മാസം 21-ാം തീയതി വിളവെടുക്കുക. അതായത് ആദ്യത്തെ കൊണ്ടുവന്ന് ഞങ്ങൾ, അതായത് കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾക്ക് 811 ടൺ നെല്ലാണ് കഴിഞ്ഞ വർഷം 811. ഇപ്പം നാട്ടിലെല്ലാം പറയുന്നുണ്ട് ഇന്ത്യയിൽ ഒരു ദിവസം 30 കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോഴാണ് കേരളത്തിൽ ഒരു കർഷകൻ പോലും ആത്മഹത്യ ചെയ്യാതെ കേരളത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ. അത് സ്വാഭാവികമായിട്ട് നമ്മളൊരു വിഷയം വരുമ്പോൾ 1-2 പേരൊക്കെ ചിലപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ, ഞാനും ഒരു കർഷകനാണ്, എനിക്ക് 8-9 ഏക്കർ ചിലപ്പോൾ നമുക്ക് സമയബന്ധിതമായി ഉറപ്പായിട്ടും ആരിഫ് ജയിക്കും. ആരിഫ് ജയിക്കും. കാരണം ആരിഫ് ജയിച്ചു കഴിഞ്ഞാല് പിന്നെ KC ഓൾറെഡി ഒരു MP ആണ് രാജസ്ഥാനിലുള്ള. അപ്പോ നമ്മളെ ഫാസിസത്തെ എതിർക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് ആരിഫ് തന്നെ ജയിച്ചു പോകണം എന്നാണ് ആഗ്രഹം. നമസ്കാരം, എങ്ങോട്ട് പോകുന്നു രണ്ടുപേരും കൂടി? ഇവിടെ അടുത്ത സ്ഥലത്ത് വരെ പോകാൻ വന്നതാണോ? സ്വകാര്യ സന്ദർശനമാണോ, രാഷ്ട്രീയ സന്ദർശനമാണോ? ഇറങ്ങിയതാ. സ്വകാര്യ സന്ദർശനവും രാഷ്ട്രീയ സന്ദർശനവും എല്ലാം കൂടി ഉണ്ട്. മണ്ഡലത്തിൽ ഞങ്ങൾ ആരിഫ് MP ഉറപ്പായിട്ടും ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു, ഈ പ്രാവശ്യം ജയിക്കും. ആണോ? അടിയൊഴുക്കുകളൊക്കെ ഉണ്ടോ? ഉറപ്പായിട്ടും ജയിക്കും. എന്താണ് ഈ അമിത്ഷാ പോലുള്ള ഒരു ആഭ്യന്തരമന്ത്രിയുടെ തന്റെ ഇടത്തോടെ രാജ്യസ്നേഹികൾ ആരാണെന്ന് കാണിക്കുന്നത് ചോദിക്കുമ്പോൾ രാജ്യദ്രോഹികളോ രാജ്യസ്നേഹികളോ ആരാണെന്ന് ഇവിടെ കാണട്ടെന്ന് പറയുമ്പോൾ പേടിച്ചരണ്ട് പോകുന്ന ഒരു MP അല്ലായിരുന്നു ആരിഫ്. ആരും അവിടെ അതിനെ NIA ബില്ലിനെ എതിർത്ത് തന്നെ വോട്ട് ചെയ്ത്. അതാണ് തന്റെ ഇടം എന്ന് പറയുന്നത്, നിലപാടെന്ന്. അങ്ങനെ നിലപാടിന്റെ ഭാഗമാണ് ആരിഫ്. അപ്പൊ ആരിഫ് തന്നെ ഇവിടെ ജയിക്കത്തുള്ളൂ ഈ മണ്ഡലത്തിൽ. ആരിഫ് ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. നമസ്കാരം ചേട്ടാ, ഇവിടെയാണ് വീട്? തൊട്ടടുത്ത് തന്നെയാണ്. ആർക്കാ സാധ്യത? ആരിഫിന് സാധ്യതയുണ്ട് എന്നാണ്. ഈ പഞ്ചായത്ത് LDF-ന്റെ ആണോ? ആണെന്ന് ആൾക്കാരൊക്കെ എല്ലാം ആരിഫ് ആണല്ലോ ഈ ഭാഗത്ത്. ഒരു തരി മതി. ശരി, ഒരു തരി മതി. ആ തരി ആരെയും കത്തും എന്നാണ് അല്ലേ? നമസ്കാരം ചേട്ടാ, ക്ഷീരകർഷകനാണെന്ന് കേട്ടു. എങ്ങനെയുണ്ട് കർഷക വ്യവസായമൊക്കെ? ക്ഷീരവ്യവസായം ലാഭത്തിലാണ്. സർക്കാർ സബ്സിഡി തരുന്നുണ്ട്. കരുനാപ്പള്ളിക്കാരൊക്കെ പാല് കുടിപ്പിക്കുന്നുണ്ടോ? പാല് കുടിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ എങ്ങനെയാ മണ്ഡലത്തിലെ സാധ്യത? ആര് പാല് കുടിക്കും, ആര് വെള്ളം കുടിക്കും? വെള്ളം കുടിക്കുന്നത് KC വേണുഗോപാലും വോട്ട് കിട്ടുന്നത് ആരിഫിനുമാണ്. എന്താ വികസനം, കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരിഫ് മാത്രമേ ഉള്ളായിരുന്നു. ആരിഫിന് മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ട് എന്നാണ് ക്ഷീര കർഷകരെ, ഒപ്പം നെൽകർഷകര്. നമ്മുടെ ഈ സ്ഥലത്ത് തന്നെയാണോ? അതെ. മഴക്കാലം വരുമ്പോൾ നമ്മുടെ 4 ആൾ പൊക്കത്തിൽ വെള്ളം കയറി സ്ഥലം. നമുക്ക് ഈ റോഡ് എല്ലാം ബ്ലോക്കാണ്. അതെ. ഇല്ല കാണുന്ന പാടശേഖരം 300 ഏക്കർ പാടശേഖരം. ഇത് വർഷങ്ങളായിട്ട് കൃഷി ചെയ്യാതാണ് സ്ഥലമാണ്. നമ്മുടെ ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് ബണ്ടുകൾ ബലപ്പെടുത്തി ആവശ്യമായ വൈദ്യുതി സൗജന്യമായി കൊടുത്തു. വെള്ളം കയറത്തില്ല. ഇപ്പൊ വെള്ളം 6 മാസം വെള്ളം കയറത്തില്ല. 6 മാസം വെള്ളം കയറും. 6 മാസം കയറും. 6 മാസം കയറി പിന്നീട് അക്കരയ്ക്ക് എന്ന് പറഞ്ഞാൽ അപ്പുറത്തൂടെ വേറെ വഴി കൂടെ പോകണം. അപ്പുറത്തൂടെ വേറെ വഴി പോകണം, അല്ലെങ്കിൽ ഈ വഴി കൂടെ പോകണം. പക്ഷെ വൈകുന്നേരം ഇത് പള്ളിക്കലാണ്. ഇത് പള്ളിക്കലാണ്. ടൂറിസം
പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രദേശം. ഈ ടൂറിസം പദ്ധതിക്ക് വലിയ സാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചവിട്ടുപോട്ടും കൊട്ടവഞ്ചി ഇപ്പൊ ഒരു 6 മാസത്തിനോട് പ്രാബല്യത്തിൽ വരും. പക്ഷെ അവിടെ നിറയെ വാർഡ് മെമ്പറാണ് ഞാൻ. ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. അപ്പൊ ഗംഭീരാകട്ടെ, ഉഷാറാക്ക്. പുല്ല് പോലെ തൃശ്ശൂരിൽ പുല്ല് ഇതേപോലെ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഇതേപോലെ ഈ മാറ്റത്തിനെല്ലാം കാരണം LDFന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. ഓക്കെ. അപ്പം ആരിഫ് ജയിക്കുമെന്നാണ്? തീർച്ചയായിട്ടും ജയിക്കും. ആണ്. അപ്പം ഈ പ്രദേശത്തെ സ്ഥലം, ഈ കൃത്യമായ സ്ഥലത്തിന്റെ പേരെന്താ? തൊടിയൂര്. തൊടിയൂര് 3 ജില്ലകളുടെ സംഗമ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ മനോഹരമായൊരു സ്ഥലമാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ആരിഫ് MP യെ കാണാനാണ്. ആരിഫ് നമ്മളോട് സംസാരിക്കും. ആരിഫ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു അരമണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ ആരിഫിനെ കാണാൻ പറ്റൂ. നമ്മൾ അങ്ങോട്ട് പോകുന്നു. ഞാനും ജാക്കിയും പ്രിയപ്പെട്ട പ്രേക്ഷകരും തുടരുക.